മനസ്സില്ലാണ്ടായാൽ നമുക്ക് സമാധാനമുണ്ട്. കാരണം ഈ മനസ്സാണ് നമ്മളെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തുന്നത്. വിഷമങ്ങൾ ഉണ്ടാക്കണതും ദേഷ്യം ഉണ്ടാക്കണതും സങ്കടം ഉണ്ടാക്കണതും വയലൻസ് ഉണ്ടാക്കണതും എല്ലാം ഉണ്ടാക്കണത് എന്താണ്? മനസ്സാണ്. കാലാന്തരങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് മനസ്സിനൊരു സമാധാനവും ഇല്ലാണ്ട് ആ ഒരവസ്ഥയിൽ തുടരുന്നതിനെയാണ് നമ്മൾ പ്രേതാവസ്ഥ എന്ന് പറയുക. ശരി, പ്രേത സാന്നിധ്യം അതെങ്ങനെ അറിയാൻ പറ്റുന്നേ? സാധാരണഗതിയിൽ ഈ പ്രേതം എന്ന് പറഞ്ഞ ഒന്നുണ്ട്, അതൊരു വെളുത്ത കളറാണ്, ഒരു രൂപമാണെന്നൊക്കെ പറയുന്നുണ്ട്. സത്യമല്ലാതെ അല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് 3 ശരീരങ്ങളാണുള്ളത്. ഒന്ന് സ്ഥൂല ശരീരം, പിന്നെ സൂക്ഷ്മ ശരീരം, കാരണ ശരീരം എന്ന് പറയുന്ന ആത്മാവ്. നമ്മളുടെ ഏറ്റവും കാരണ ശരീരമാണ് ഉള്ളൂ, അതായത് ആത്മാവ് സർവ്വവ്യാപിയായി കിടക്കുന്നത്. ഈ സർവ്വവ്യാപിയാണ് ഈ ആത്മാവ്. അതിൻ്റെ ഒരു ഇല്ലാത്ത ഒരു സാധനമാണ്, അല്ലെങ്കിൽ പ്രതിബിംബമാണ് മനസ്സെന്ന് പറയുന്നത്. നമ്മൾക്ക് ശരീരം കൊണ്ട് നമുക്കിപ്പോൾ അമേരിക്കയിലേക്കൊന്നും പോകാൻ കഴിയില്ല, ഇംഗ്ലണ്ടിലേക്കൊന്നും പോകാൻ കഴിയില്ല, മനസ്സുകൊണ്ട് പോകാൻ കഴിയും. അതൊരു വീഡിയോ കണ്ടാൽ നമുക്കത് ഓർത്താൽ നമ്മൾ അവിടെയാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലൊക്കെ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ ഞാൻ എവിടെയോ ആണെന്ന് പറയും, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്താണെന്ന് പറയും. അതെന്താ അതിൻ്റെ അർത്ഥം? മനസ്സുകൊണ്ട് നമുക്ക് അവിടെ എത്താൻ കഴിയുന്നുണ്ട്. അത് തന്നെയാണ് ആത്മാവ് സർവ്വവ്യാപി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. ഇനി സൂക്ഷ്മ ശരീരമുണ്ട്. സൂക്ഷ്മ ശരീരം നമ്മളിപ്പോഴത്തെ കാലത്ത് ഓറ എന്നൊക്കെ പറയും, ചൈതന്യം. ഈ സൂക്ഷ്മ ശരീരത്തിലാണ് ചക്രങ്ങളൊക്കെ ഇരിക്കുന്നത്. പക്ഷേ ഈ സൂക്ഷ്മ ശരീരം ആർക്കും കാണാൻ കഴിയില്ല. മരിച്ചു കഴിഞ്ഞ സ്ഥൂല ശരീരമാണ് നമ്മൾ വിട്ടുപോകുന്നത്. സത്യത്തിൽ ഈ മരണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കുന്നില്ല, ശരീരം ഇല്ലാണ്ടാവണം. അത് നമ്മൾ കുറച്ചും കൂടി വ്യക്തമായി പറഞ്ഞാൽ, നമ്മളൊരു വാഷിംഗ് മെഷീൻ ഓണാക്കി ഇട്ടിരിക്കുകയാണ്, നമ്മൾ സ്വിച്ച് കെടുത്തി, എന്താ സംഭവിക്കണത്? കറണ്ട് പോയി, വാഷിംഗ് മെഷീൻ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അതേപോലെ നമ്മളൊരു ശരീരം മരിച്ചു കഴിഞ്ഞാൽ ശരീരം അവിടെ തന്നെ കിടക്കുന്നുണ്ട്, പക്ഷെ എന്തോ ഒന്ന് പോയിട്ടുണ്ട്. പോയത് എന്താണ്? അതാണ് ആത്മാവ്, ജീവൻ. അപ്പോൾ ആൾക്കാർ പറയും, പിന്നെന്താണ് പറയുക? ബോഡി എടുത്തു, അല്ലെങ്കിൽ ബോഡി എന്നാ പറയുക. പിന്നൊരു ആ ആളെ പേരല്ല പറയുക. അപ്പം എല്ലാവരും കരയുന്നത് എന്തുകൊണ്ടാണ്? ഈ പറയുന്ന ഒന്നുമില്ല എന്ന് പറയുന്നവരും നിരീശ്വരവാദികളും പറയും അവസാനം കരയുന്നതില്ല, ശരീരം അവിടെ എന്തെങ്കിലും കരയും. അപ്പോൾ എന്തോ ഒന്നാണ്, ശരീരമല്ല എന്ന് ആ ഒരു വേളയിൽ എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. അതേപോലെ നമ്മളുടെ ബോധമാണ് സത്യം, ബോധത്തിൻ്റെ മറ്റൊരു ഭാവമാണ് മനസ്സ്. ഈ ബോധം എവിടേക്കും നശിക്കാൻ പോകണില്ല. ബോധമുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ മനസ്സില്ലാണ്ടേവാണ് ഈ ഉറക്കം. ഇത് പണ്ട് നമ്മുടെ നൊച്ചൂർ വെങ്കിട്ടരാമൻജി അവർ ചോദിച്ചൊരു ചോദ്യമാണ്. ഒരു മനുഷ്യന് ഏറ്റവും ഇനിയും പോരാ എന്ന് തോന്നുന്ന ഒരു കാര്യം എന്താ? പണമാണോ? അല്ല. ജീവിതമായിരിക്കും? അല്ല. ഏതെങ്കിലും ഒരു സംഭവം, അതായത് ഇനിയും പോരാ, ഇനിയും വേണം എന്ന് തോന്നുന്ന ഒരു സംഭവം പണമാണോ? എനിക്ക് ഒരുപാട് പണമുള്ള ഒരാൾക്ക് ക്യാൻസർ വന്നാൽ പിന്നെ ആൾക്ക് പണം വേണമെന്ന് വിചാരം ഉണ്ടാവില്ല, വലിയ അസുഖങ്ങൾ വന്നാൽ. അതുപോലെ എല്ലാറ്റിനും ഒരു മടുപ്പുണ്ട്, പക്ഷെ ഉറക്കത്തിന് മാത്രം മടുപ്പില്ല. ഉറക്കം പിന്നെയും നമുക്ക് വേണം തോന്നും. അതെന്തുകൊണ്ടാണ് അറിയോ? മനസ്സില്ലാണ്ടാകുമ്പോഴാണ്. മനസ്സില്ലാണ്ടായാൽ നമുക്ക് സമാധാനമുണ്ട്. കാരണം ഈ മനസ്സാണ് നമ്മളെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തുന്നത്. വിഷമങ്ങൾ ഉണ്ടാക്കണതും ദേഷ്യം ഉണ്ടാക്കണതും സങ്കടം ഉണ്ടാക്കണതും വയലൻസ് ഉണ്ടാക്കണതും എല്ലാം ഉണ്ടാക്കണത് എന്താണ്? മനസ്സാണ്. അത് സ്വസ്ഥമായി കിടക്കുന്ന ഉറക്കത്തിന് ഇത്രയധികം ആളുകൾ ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണത്താണ്. അപ്പോൾ അവിടെയും ബോധമുണ്ട്, സാക്ഷിയുണ്ട്. അതും വിട്ടു പോകുന്നതാണ് ശരിക്കും മരണം എന്ന് പറയുന്നത്. ഇനി ഞാൻ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ പ്രേതം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ ഇത്ര വർഷം ഇത്ര കാര്യങ്ങൾ ചെയ്യണമെന്നും ഇത്ര കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണമെന്നും പ്രകൃതിയായിട്ടൊരു നിയമം വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനു മുമ്പ് ബലാത്കാരമായിട്ട് ബലം പ്രയോഗിച്ച് സ്വയം അതിനെ ഇല്ലാണ്ടേക്കുക, ശരീരത്തിന് ഇല്ലാണ്ടേക്കുന്ന പ്രവൃത്തിയാണ് ഈ ആത്മഹത്യ എന്ന് പറയുന്നത്, ദുർമരണം എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ബാക്കി കുറച്ച് കാലം ജീവിക്കാണ്ടല്ലോ, അതിൽ പിന്നെ ആ കാര്യങ്ങൾ ചെയ്യാൻ പിന്നെ ശരീരം ഇല്ലാണ്ടാവുകയാണ്. അപ്പോൾ പിന്നെ ആ ആത്മാവിന് പിന്നെ ശരീരം ഇല്ലാണ്ടേ ആയതുകൊണ്ട് പിന്നെ അത് അനുഭവിച്ച് തീർന്നിട്ടില്ലല്ലോ, അപ്പോൾ അടുത്തൊരു ജന്മം കിട്ടില്ല. അപ്പോൾ ഈ സാധാരണ എങ്ങനെയെന്ന് വെച്ചാൽ ബോധമാണുള്ളത്.
നമുക്ക് ഒരുപാട് സങ്കടങ്ങൾ ഇങ്ങനെ വന്നിട്ടാണ് മിക്കവാറും ആത്മഹത്യ നടക്കുക. വളരെ റെയറായിട്ടാണ് ഈ മാനസിക വിഭ്രാന്തി കാരണമുണ്ട്. അതും വിഷമത്തിൻ്റെ മറ്റൊരു ഭാഗമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ആണ് ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു വിഷമമാണ് നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടാവുക. അതിന് മാറ്റം വരാൻ ശരീരമില്ല. ശരീരം ഉണ്ടാകുമ്പോഴാണ് ഒരാൾ വന്നിട്ട് സാരമില്ല പോട്ടെ, നിനക്ക് 1000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപയുടെ കടമാണ് ഞാൻ തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിച്ച് സമാധാനം ഉണ്ടാവണമെങ്കിൽ ശരീരം വേണം, അവനവന് ശരീരം വേണം. അപ്പോൾ ശരീരം ഇല്ലാണ്ട് ചെയ്യുമ്പോൾ ആ ഒരു മനസ്സിൻ്റെ വേദനയിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. പിന്നെ ഇനിയും ചെയ്തു തീർക്കേണ്ടതും അനുഭവിച്ച് തീർക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ അനുഭവിക്കാൻ ശരീരമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് കാലാന്തരങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് മനസ്സിനൊരു സമാധാനവും ഇല്ലാണ്ട് ആ ഒരവസ്ഥയിൽ തുടരുന്നതിനെയാണ് നമ്മൾ പ്രേതാവസ്ഥ എന്ന് പറയുക. അല്ലാണ്ട് ഇതൊരു പാടയോ അല്ലെങ്കിൽ വെളുത്ത കളറൊന്നുമല്ല. കാരണം നമ്മളുടെയൊക്കെ ശരീരം ഇല്ലാണ്ട് ആയിക്കഴിഞ്ഞാൽ ആ ആളെ പിന്നെ നമ്മൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ഉദാഹരണത്തിന് നമ്മുടെ അമ്മ മരിച്ചു, നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് അമ്മേനെ കാണാൻ കഴിയില്ല. പിന്നെയാണോ എവിടെയും കിടക്കുന്ന പ്രേതത്തിനെ നമ്മൾ വെള്ള കളറിലൂടെ കാണുക? ഒരിക്കലുമില്ല. ബോധമാണുള്ളത്. പക്ഷേ ഈ ബോധത്തിലൂടെ മറ്റ് മനുഷ്യരിൽ പ്രയാസം ഉണ്ടാക്കാൻ കഴിയും. അതിൻ്റെ ശാസ്ത്രം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്രകൃതിയിലൂടെ നമ്മൾ കാണുന്നു, അതുപോലെ കേൾക്കുന്നു, മണക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എവിടെ കൊണ്ടാണ് ബാധിക്കണതെന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് നമ്മളൊരു തല്ല് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരാളെ കൊല്ലുന്നത് കാണുകയാണ്. കണ്ണിന് എന്തെങ്കിലും കുഴപ്പം വരുന്നുണ്ടോ? കണ്ണ് കേട് വരുന്നില്ല, കണ്ണിന്ന് ചോര വരുന്നില്ല. മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്ത വേദന ഉണ്ടാകും. അപ്പോൾ കണ്ണിലൂടെ എവിടെ ചെന്നിട്ടാണത് പതിക്കണത്? മനസ്സിൽ അല്ലെങ്കിൽ ആത്മാവിൽ. ഇനി കേൾക്കുന്നത്, നമുക്ക് ഒരുപാട് ചീത്തവിളി കേൾക്കുകയാണ്. നമ്മുടെ ചെവിയിൽ ഡോക്ടറെ പോയിട്ട് കാണുമോ നമ്മളാരെങ്കിലും? ഒരിക്കലുമില്ല. നമ്മൾ എന്ത് ചെയ്യും? വിഷമിച്ചിരിക്കും. അതിന് വേണമെങ്കിൽ ആ വിഷമിച്ചിരുന്നതിൻ്റെ പേരിൽ, ഉറക്കമില്ലാത്തതിൻ്റെ ഒക്കെ പേരിൽ പിന്നെ ഡോക്ടറെ കണ്ടാലേ ഉള്ളൂ. അല്ലാണ്ട് ചെവിക്കാരും പോയിട്ട് ഡോക്ടറെ കാണാൻ പറ്റില്ല. ഇല്ല, അങ്ങനത്തെ സംവിധാനമില്ല. അതേപോലെ തന്നെ നമ്മൾ ഒരു സെപ്റ്റിക് ടാങ്കൊക്കെ പൊട്ടി കിടക്കുന്ന സ്ഥലത്താണെങ്കിൽ നമ്മൾ നിന്ന് കഴിയുമ്പോൾ അതിൻ്റെ സ്മെല്ല് വെച്ചിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അസ്വസ്ഥതയും തലവേദന ഉണ്ടാവും. നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല. അതിൻ്റെ കാരണം ശരീരത്തിലുള്ള ഈ പ്രകൃതിയിലൂടെ നമ്മളെ കയറുന്നു. ഇത് തന്നെയാണ് ശരിക്ക് ബോധം എന്ന് പറയുന്ന പ്രകൃതിയുടെ ബോധങ്ങളാണ് ഇതൊക്കെ. ഈ പറയുന്ന സ്മെല്ലാണെങ്കിലും എന്താണെങ്കിലും ആ ബോധം പോലെ തന്നെയാണ് സൂക്ഷ്മ ശരീരത്തിൽ ഈ കിടക്കുന്ന അല്ലെങ്കിൽ സ്ഥൂല ശരീരം നഷ്ടപ്പെട്ടിട്ടുള്ള ആത്മാവിൻ്റെ അവസ്ഥ. അപ്പോൾ ആ ആത്മാവ് ഒരുപാട് വിഷമിച്ച് നടക്കുമ്പോൾ ആ ആത്മാവിൻ്റെ ബോധത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ചിന്തയിൽ ആരൊക്കെ വരുന്നുണ്ടോ അവർക്കൊക്കെ വേദന അതിനുണ്ടാക്കാൻ കഴിയുന്നതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെയൊക്കെ ഒരു സഹോദരൻ ഇതേപോലെ ആത്മഹത്യ ചെയ്തെന്ന് വിചാരിച്ചാൽ ആ സഹോദരന് ചിലപ്പോൾ ആ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്ന കുറച്ച് ആളുകളുണ്ടാവും. അവർക്ക് അതിൻ്റെ ദോഷങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ വരുമരായികകൾ വരാം. അതിൻ്റെ കാരണം ആ ബോധം പ്രകൃതിയിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണമായിട്ടും കാഴ്ചയായിട്ടും ഒക്കെ വരുന്ന ചില ബുദ്ധിമുട്ടുകൾ വരുന്ന പോലെ വരുന്നതാണ്. നാട്ടിലൊക്കെ നമ്മൾ ഒരു പ്രത്യേക സ്ഥലത്തൊക്കെ നമ്മൾ വീട് വെച്ച് താമസിക്കുമ്പോൾ തൊട്ടപ്പുറത്തെ പ്രദേശത്ത് പ്രേതശല്യം ഉണ്ടെന്ന് പറയും. ചിലപ്പോൾ യുവാവായിട്ട് പ്രണയനൈരാശ്യത്തിൽപ്പെട്ടിട്ടൊക്കെ മരിച്ചിട്ടുള്ളതായിരിക്കും. അങ്ങനത്തെ ഉള്ള ആ പ്രേതം അല്ലെങ്കിൽ ആ അവസ്ഥയിലുള്ള അത് യുവാവായിട്ട് തന്നെ തുടരുക. അങ്ങനെ അത് ആ കല്യാണം കഴിക്കാൻ നടക്കണ ആളുകളുണ്ടല്ലോ, പ്രായത്തിലുള്ള ആൾക്കാരെ തന്നെയാണ് ശല്യപ്പെടുത്തുക. കടം കയറിയിട്ട് മരിച്ചവരാണെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കാനാണ് ശ്രമിക്കുക. ആ ബോധത്തിൻ്റെ ആ ഒരു ബോധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ആ ഒരു ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് നമ്മൾ ജപങ്ങളും തപങ്ങളും ഈശ്വരനെ വിളിക്കുന്നതൊക്കെ. അപ്പോൾ അതിന് സാധാരണഗതിയിൽ എല്ലാവരും പറയാറുണ്ട് പ്രേതശല്യമുണ്ട്. പ്രശ്നം വെച്ചപ്പോൾ അങ്ങനെ കണ്ടു, അവിടെ ഒരു പ്രേതശല്യം, ഇവിടെ പ്രേതശല്യം. ഞാനും പ്രശ്നം വെച്ചപ്പോൾ സമയത്ത് ചിലയിടത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ പ്രേതം എന്ന് പറഞ്ഞാൽ ഉണ്ട്, ഈ അപകട മരണങ്ങളും ദുർമരണങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ എന്താണ് അതിൻ്റെ പ്രതിവിധി എന്ന് ചോദിച്ചിട്ട് ആളുകൾ ചോദിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പ്രതിവിധി എന്ന് പറയുന്നത് ആ ആത്മാവിനൊന്നും ചെയ്യാൻ കഴിയില്ലാത്തതുകൊണ്ട്, ആ ബോധത്തിനൊന്നും ചെയ്യാൻ കഴിയില്ലാത്തതുകൊണ്ട് അവരുടെ ദുരിതങ്ങൾ മാറുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, അത് പൂജയായിട്ട് ചെയ്യുക, ഹോമമായിട്ട് ചെയ്യുക, എന്നിട്ട് അവർക്കൊരു സമാധാനം കൊടുക്കുക. അത്രയും നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാണ്ട് പ്രേതത്തിന് മോക്ഷം കൊടുക്കുക, ആവാഹിച്ചങ്ങോട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് എത്തിക്കുക, അതൊന്നും നടക്കണ കാര്യമില്ല. നമ്മളൊരു കുട്ടി
വല്ലാണ്ട് കരഞ്ഞ് ബഹളം വെച്ചാൽ ആ കുട്ടിക്ക് നമ്മളൊരു പാവയെ കൊണ്ടു കൊടുക്കും, എന്നിട്ട് ഇങ്ങനെ കളിപ്പിക്കും. അപ്പോൾ ആ കുട്ടിക്ക് എന്ത് വ്യത്യാസം ഉണ്ടാവുക? താൽക്കാലികമായിട്ട് ആ കുട്ടി സമാധാനമായിട്ട് ചിരിച്ച് സന്തോഷമായിരിക്കും. പൂജയിലൂടെ അതേ നടക്കുള്ളൂ. കാരണം നമ്മൾ ജീവിച്ചിരിക്കുന്ന നമ്മളെ ദുരിതങ്ങൾ മുഴുവൻ തീരാൻ എത്ര നമ്പൂതിരിമാരോ അല്ലെങ്കിൽ എത്ര ആളുകൾ ഇരുന്ന് പൂജ ചെയ്താലും നമുക്ക് ഗുണമൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ ഉണ്ടാവാം. അപ്പം പിന്നെ ഇതേപോലെ ആത്മഹത്യ ചെയ്ത് മരിച്ചവർക്ക് ഇങ്ങനെ ഒരു പൂജ കൊണ്ട്, ഒരു തിലഹോമം കൊണ്ട് അല്ലെങ്കിൽ ഹോമങ്ങളെ കൊണ്ട് ഒരുപാട് മാറ്റം വരുമെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്, ആത്മാവിൻ്റെ ഒരു ശാന്തി കിട്ടാത്ത അവസ്ഥ, അതിനെയാണ് അലഞ്ഞു തിരിയുക എന്ന് പറയുന്നത്. വിഷമങ്ങളോ പ്രയാസങ്ങളോ അല്ലെങ്കിൽ ഭയമോ ഒക്കെയായിട്ട് ഒരു ബോധം നമ്മളെ ചുറ്റിപ്പറ്റി നമ്മുടെ പ്രദേശത്ത് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ദോഷങ്ങളിനെയാണ് പ്രേതദോഷം എന്ന് പറയുന്നത്. അല്ലാണ്ട് പ്രേതം എന്ന് പറയുന്നൊരു സാധനം ഇല്ല, ബോധമാണുള്ളത്. താങ്ക് യു സർ. നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.